എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടിമകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഔലിയാക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് പോയി അവരോട് തേടുക, എന്നിട്ട് ഔലിയാക്കൾ അവരുടെ മഹത്തായ സ്ഥാനം കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞോളും. ഇങ്ങനെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഖുർആനിലെ 6000 ചില്ലാനുമുള്ള ആയത്തുകളിൽ ഒരായത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? ഒന്നിലധികം ഒന്നും കൊണ്ടുവരേണ്ടതില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മര്യാദകളായി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സുന്നത്തായിട്ടെങ്കിലും, നിർബന്ധമൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല, സുന്നത്തായിട്ടെങ്കിലും ഈ ഒരു രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്, സഹായം തേടേണ്ടത്, മഹാന്മാരോട് ചോദിച്ചിട്ടാണ് തേടേണ്ടത് എന്ന് ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? മറിച്ചാണ് കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ വഇദാ സഅലക ഇബാദി അൻനി, നബിയെ എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കും, എന്നെ കുറിച്ച് എൻ്റെ അടിമകൾ ചോദിക്കും, താങ്കൾ പറയുക ഫഇന്നി ഖരീബുൻ, ഞാൻ അവരോട് അടുത്തവനാണ്. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്തവനാണ്. 7 ആകാശത്തിന് മുകളിൽ അർശിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ളത്. പക്ഷെ അവന്റെ അറിവ് കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും അവൻ ഓരോ അടിമകളുടെ ഖണ്ഡനാടിയേക്കാൾ അടുത്തുണ്ടവൻ. അടിമകൾ മന്ത്രിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുള്ളവനാണവൻ. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, അല്ലാഹു തആല പറയാൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകും, പ്രാർത്ഥിക്കുന്നവന്റെ ഉത്തരം ഞാൻ നേരിട്ട് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണിത് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകരായ മനുഷ്യരെയും പഠിപ്പിക്കാൻ പറയാൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അല്ലേ, ഈ പറയുന്ന തങ്ങന്മാരെടുത്തും ഈ പറയുന്ന ദർഗകളിലേക്കൊക്കെ പോകുന്ന ആളുകൾ പാപം പുറത്തു തരണം. നിങ്ങൾ നേരത്തെ കേട്ടുവല്ലോ, പല മൗലൂദ് കിതാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് തന്നെ, ഞാനിതാ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, താങ്കൾ ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളെ കൈപിടിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, മൗലൂദ് ഓതുന്ന ഉസ്താക്കന്മാരെയും അതിന് ആമീൻ പറഞ്ഞു കൊടുക്കുന്ന സാധുക്കളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ ആവശ്യം എന്താണ്? പാപങ്ങൾ കുറെ ചെയ്തു പോയിട്ടുണ്ട്, പുറത്തു തരണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ പാപങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കണമെന്നോ സഹായം തരണമെന്നോ അങ്ങനെ ഒരു ആയത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ എവിടെയുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? റബ്ബിന്റെ ചോദ്യമാണത്. അല്ലാഹു അല്ലാതെ മറ്റാർക്കും പാപങ്ങൾ പുറത്തു തരാൻ സാധിക്കുകയില്ല, ഒരടിമകളും അത് ഉടമപ്പെടുത്തുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണിത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ന്യായങ്ങൾക്കൊന്നും ഒരു തെളിവും ഖുർആനിലില്ല, ഒരു തെളിവും ഹദീസുകളിലില്ല. വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഞാൻ പറഞ്ഞല്ലോ.